അച്ചുവിന്റെ കയ്യും പിടിച്ച് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന ജെനിയുടെ കണ്ണുകൾ വിടർന്നു. മനോഹരമായി അലങ്കരിച്ച സ്റ്റേജ് അവൾക്കത് ഒരുപാട് ഇഷ്ടമായി. ജെനി ഓഡിറ്റോറിയം മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് അച്ചുവിന്റെ നേർക്ക് നോക്കിയപ്പോൾ അവനെ കണ്ടില്ല. ജെനി ചുറ്റും നോക്കി. മുന്നിലേക്കൊരു റോസ് ബൊക്കെ നീണ്ടുവരുന്നത് കണ്ട് നോക്കിയപ്പോൾ അവൾക്ക് നേരെ ബൊക്കെ നീട്ടിയിരിക്കുന്നു. പൂവൊക്കെ പ്രപ്പോസ് ചെയ്യാൻ വന്നയാണോ? അവന് കേൾക്കാൻ പകത്തി അവള് ചോദിച്ചു. അവൻ തലയാട്ടി. യു ആർ ഓൾവേസ് ഓൺ മൈ മൈൻഡ് and all the time I keep thinking of you. Come to me and hold my hands and then never leave it. I want to spend my life with you and the walk beside you. All I want is to be with you all my life. Love you. അച്ചു പറഞ്ഞ് അവളെ നോക്കിയപ്പോൾ കണ്ണുകളിൽ പ്രണയം നിറച്ച് ജെനി അവനെ നോക്കി. ലവ് യു ടു. അവന്റെ കയ്യിൽ നിന്ന് ബൊക്കെ വാങ്ങി അവൾ പറഞ്ഞപ്പോൾ അവനൊരു പുഞ്ചിരിയോടെ അവളുടെ വലുത് കൈപ്പത്തിയിൽ ചുണ്ടു ചേർത്തു. എല്ലാവരും കയ്യടിയോടെയും ആർപ്പുവിളിയോടെയും ആഘോഷിച്ചപ്പോൾ അവരുടെ മേലേക്ക് റോസാദളങ്ങൾ വർഷിച്ചു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്ചു അവളെ കൈകളെ കോരിയെടുത്ത് സ്റ്റേജിലേക്ക് നടന്നു. കയ്യടിയോടെ എല്ലാവരും അവരുടെ പുറകെ നടന്നു. ജെനി അച്ചുവിന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കയ്യിൽ കിടന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും അച്ചുവിന്റെ മറ്റു കൂട്ടുകാരും എല്ലാവരും വന്നു തുടങ്ങി. ആരെല്ലാമോ ചെന്ന് അവരെ പരിചയപ്പെട്ടു. ഫോട്ടോ എടുത്തു. ജെനിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പാച്ചു എബിയ അഞ്ചു ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. പിന്നീട് കുറച്ചു സമയം അവരുടെ ലോകത്തായിരുന്നു. അവരുടെ സ്നേഹവും സൗഹൃദവും അച്ചു അവന്റെ കൂട്ടുകാരും പുഞ്ചിരിയോടെ നോക്കി നിന്നു. നമുക്ക് കല്യാണപ്പെണ്ണിന്റെ ഒരു പാട്ട് കേട്ടാലോ? ദീപു മൈക്കെടുത്ത് എല്ലാവരോടും ചോദിച്ചു. കേൾക്കാം, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ദീപു മൈക്കുമായി അവളുടെ അടുത്ത് ചെന്നു. വല്ലാത്ത ചെയ്ത്തായിപ്പോയി ഏട്ടാ. ജെനി അവനെ നോക്കി. നീ പാട് പെണ്ണെ, ഏട്ടന് കൊതിയായിട്ടല്ലേ? ഏട്ടൻ പറഞ്ഞോണ്ട് ഞാൻ പാടാം. ദീപുവിന്റെ കയ്യിൽ നിന്ന് മയക്ക് വാങ്ങി അവൾ പറഞ്ഞു. ജെനി അച്ചുവിനെ നോക്കി. അവൻ കണ്ണടച്ച് സമ്മതം നൽകി. പുഞ്ചിരിയോടെ അവൾ കണ്ണടച്ച് പാടിത്തുടങ്ങി. നിറഞ്ഞ കയ്യടി കേട്ടാണ് ജെനി കണ്ണു തുറന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാവരും ജെനിയെ നോക്കി. ജെനി തിരിഞ്ഞ് അച്ചുവിനെയും നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഫോട്ടോ എടുപ്പും ബഹളവുമായി റിസപ്ഷൻ മനോഹരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴും വല്ലാതെ തളർന്ന ജെനിക്കോ അച്ചുവിന് ദീപു ഓരോ ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു. ഇനി നമ്മുടെ റൊമാൻറ്റിക് കപ്പിൾസിന്റെ നല്ലൊരു ഡാൻസ് കാണാം, റെഡിയല്ലേ? വീണ്ടും ദീപു. പന്നി. ജെനിയ അച്ചു ഒരുമിച്ച് അവനെ നോക്കി കണ്ണുരുട്ടി. നിങ്ങൾ പൊളിക്ക്, എളിച്ചുകൊണ്ട് ദീപു അവരോട് പറഞ്ഞു. സ്പീക്കറിലൂടെ പാട്ട് ഒഴുകി വന്നപ്പോൾ അച്ചു ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് ജെനിയുടെ മുന്നിലേക്ക് അവന്റെ വലത് കൈ നീട്ടി. ആദ്യമൊന്ന് സംശയിച്ച ജെനി പിന്നീട് പുഞ്ചിരിയോടെ അവളുടെ വലത് കൈ അവന്റെ കൈയിലേക്ക് ചേർത്ത് വെച്ച് പതിയെ എണീറ്റു. അച്ചുവിന്റെ രണ്ട് കൈകളും അവളുടെ ഇടുപ്പിൽ ചുറ്റി. അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പുഞ്ചിരിച്ചു. ജെനി അവളുടെ കൈകളെ അവന്റെ കഴുത്തിലൂടെ ചുറ്റി അവനോട് ചേർന്ന് നിന്നു. രണ്ടുപേരും പതിയെ ചുവട് വെച്ചുകൊണ്ടിരുന്നു. എല്ലാ ലൈറ്റും ഓഫായി അവർക്ക് വേണ്ടി മാത്രം സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു. അവളുടെ വെള്ളാരം കണ്ണുകളുടെ തിളക്കത്തിൽ അവൻ മതിമറന്നു പോയിരുന്നു. അവന്റെ കണ്ണുകളെ അലയടിക്കുന്ന അടങ്ങാത്ത പ്രണയത്തിൽ അവളും. പാട്ടിന്റെ അവസാനത്തോടെ അച്ചു ജെനിയെ ചെറുതായി പൊക്കിയെടുത്ത് കറക്കി. അവന്റെ ശരീരത്തിലൂടെ ഉരസി താഴേക്ക് നിന്ന അവളുടെ അധരങ്ങളെ അവൻ അവന്റെ അധരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എടാ! ദീപുവിന്റെയും മനുവിന്റെയും ഒരുമിച്ചുള്ള അലർച്ച കേട്ടപ്പോഴാണ് അച്ചുവും ജെനിയും അകന്നു മാറിയത്. എല്ലാവരും നിറഞ്ഞ കൈയോടെയും ആർപ്പ് വിളികളോടെയും സ്വീകരിച്ചപ്പോൾ ജെനി ചമ്മൽ മറയ്ക്കാൻ അച്ചുവിന്റെ പുറകിൽ ഒളിച്ചു. അച്ചു തല ചൊറിഞ്ഞ് എല്ലാവരെയും നോക്കി വിളിച്ചു. നിന്നോട് ഡാൻസ് കളിക്കാനേ പറഞ്ഞോളൂ, അല്ലാതെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറഞ്ഞില്ല, വൃത്തികെട്ടവനെ. ഒരല്പം കൺട്രോൾ. ദീപുവും മനുവും സ്റ്റേജിലേക്ക് ചെന്ന് അച്ചുവിനോട് കലിപ്പിട്ടു. അത് പിന്നെ പാട്ടും ഇവളും കൂടി ആയപ്പോ കയ്യിന്ന് പോയതല്ലേ. അച്ചു കൈമലർത്തി. മോളെ നീയും. ദീപു ജെനിയെ നോക്കി. ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്, ജെനിയും പറഞ്ഞു. മനുവും ദീപുവും മുഖത്തോട് മുഖം നോക്കി. പിന്നൊരു ചിരിയായിരുന്നു. ആദ്യം ഒന്ന് പകച്ചെങ്കിലും അച്ചുവും ജെനി അവരുടെ ചിരിയിൽ പങ്കുചേർന്നു. റിസപ്ഷൻ വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാവരും നന്നായി ക്ഷീണിച്ചിരുന്നു. വീട്ടിലെത്തിയ പാടെ ജെനി മുറിയിലേക്ക് പോയി. അവളുടെ കൂടെ സഹായത്തിനായി ജാനിയും ചെന്നു. ഫ്രഷ് ആയി ഇറങ്ങി അവൾ ഒരു പലാസയും ടീഷർട്ടും എടുത്തിട്ട് താഴേക്ക് ചെന്നു. അച്ചു ചെല്ലുമ്പോൾ ജെനി മുറിയിലുണ്ടായിരുന്നില്ല. അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി സ്റ്റെയറിന്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കി. താഴെ അമ്മയോടും അച്ഛനോടും സംസാരിച്ചിരിക്കുന്ന ജെനിയെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരി മായാതെ അവൻ മുറിയിലേക്ക് പോയി ഫ്രഷ് ആവാൻ കയറി. ഫ്രഷായി മനുവും ജാനിയും കൂടെ താഴേക്ക് ചെന്ന് അവരുടെ സംസാരത്തിൽ പങ്കുചേർന്നു. അച്ചു ഫ്രഷായി കഴിഞ്ഞ് താഴേക്ക് പോവാതെ മുറിയിൽ തന്നെ ഇരുന്നു. കിടക്കാൻ സമയമായപ്പോൾ ജാനിയും സീതയും കൂടെ ജെനിയെ സെറ്റ് സാരി ഉടുപ്പിച്ചു. ഇതൊന്നും വേണ്ടമ്മാ. ജെനി സീതയെ നോക്കി. ഇതൊക്കെ ചടങ്ങിന്റെ ഭാഗമല്ലേ മോളെ? സീത അവളോട് പറഞ്ഞപ്പോൾ അവള് ദയനീയമായി ചേച്ചിയെ നോക്കി. ചേച്ചി, ഇന്നൊരു ദിവസമല്ലേ പെണ്ണേ, നീ ഒന്ന് ക്ഷമി.
സാരിയും ഉടുപ്പിച്ച് മുല്ലപ്പൂവും ചൂടി അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് ജാനി അവളെയും കൂട്ടി മുകളിലേക്ക് കയറി. ഗുഡ് നൈറ്റ്. അച്ചുവിന്റെ മുറിയുടെ മുന്നിലെത്തി അവളെ കെട്ടിപ്പിടിച്ച് ജാനി പറഞ്ഞു. ഗുഡ് നൈറ്റ്. അവളും തിരിച്ചു പറഞ്ഞു. ചെല്ലി. അവൻ നോക്കിയിരിക്കാവോ? അവളെ നോക്കി ചിരിയോടെ ജാനി പറഞ്ഞു. മറുപടിയായി ജിനി ഒന്ന് പുഞ്ചിരിച്ചു. ജാനി മുറിയിലേക്ക് ചെന്നപ്പോ മനു ബെഡിൽ കിടക്കുന്നുണ്ട്. അവൾ വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവന്റെ അടുത്ത് കിടന്ന് നെഞ്ചിലേക്ക് തലവെച്ചു. ക്ഷീണിച്ചില്ലേ നീ? മനു അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. ഞാൻ മാത്രമല്ലല്ലോ ഇപ്പോ. ജാനി പുഞ്ചിരിയോടെ അവളുടെ വയറെ കൈചേർത്ത് പറഞ്ഞു. ഉറങ്ങിക്കോ, നീ ക്ഷീണിച്ച നമ്മുടെ കുഞ്ഞ് ക്ഷീണിക്കും. അവളെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു. അവന്റെ സ്നേഹച്ചൂടിൽ അവൾ മയങ്ങി. അവൾക്കും അവളുടെ ഉള്ളിലുള്ള ജീവന്റെ തുടുപ്പിനും ഓരോ ചുംബനം നൽകി അവന് നിദ്രയെ പൊഴുകി. ഉയർന്നു വന്ന ഹൃദയമിടിപ്പിനെ നിയന്ത്രിച്ച് ജെനി മുറിയിലേക്ക് കയറി വാതിലടച്ചു. മുറി മുഴുവൻ അവൾ കണ്ണോടിച്ചു. അച്ചുവിനെ കണ്ടില്ല. ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്ന കണ്ടപ്പോൾ അവൻ അവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവൾ ഒരു പുഞ്ചിരിയോടെ അങ്ങോട്ട് നടക്കാൻ തുനിഞ്ഞതും അവൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉടുത്തിരുന്ന സാരി ചെറുതായൊന്ന് പൊക്കി നോക്കി. ഫ്രാക്ചറായ കാൽ ചുവന്ന് കിടക്കുന്നു. അവൾക്ക് വേദന തോന്നി. കാലിൽ നീരും വന്നിട്ടുണ്ട്. ജെനി പതിയെ ടേബിളിൽ പിടിച്ച് കാലും മുന്നോട്ട് വെച്ചു. വേദന എടുത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ ബീൻ ബാഗിലിരുന്നു. ജെനി വരുന്നതുവരെ ബാൽക്കണിയിൽ പോയി നിന്നതാണ് അച്ചു. അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അവന്റെ പ്രണയം ഇന്ന് സ്വന്തമാണ്. അവന്റെ മാത്രം ജെനി. ആരോ ഡോറടയ്ക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടിരുന്നു അവൻ സെറ്റ് സാരി ഉടുത്തു വന്ന അവന്റെ പെണ്ണിനെ. മുറിയിൽ അവനെ കണ്ടില്ലെങ്കിൽ ബാൽക്കണിയിലേക്ക് അവനെ നോക്കി വരും എന്നൊരു പ്രതീക്ഷയോടെയാണ് അവൻ നിന്നിരുന്നത്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവളെ കാണാത്തതിന് അവൻ സംശയത്തോടെ ബാൽക്കണിയിൽ നിന്നും മുറിയിലേക്ക് കയറി. ബാൽക്കണി ഡോറടിച്ച് തിരിഞ്ഞപ്പോൾ കണ്ടു ബീൻ ബാഗിൽ കണ്ണടച്ച് ചാരിയിരിക്കുന്ന ജെനി. അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. സിന്ദൂരും അവന്റെ പേരുകൊത്തിയ ആലിലത്താലിയും അവനിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അവൻ അണിയിച്ച സിന്ദൂരും താലിയും അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്ന് പതിയെ അവളുടെ കണ്ണുകളിലേക്ക് ഊതി. അവന്റെ ചുടുനിശ്വാസം തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്താടാ, എന്താ പറ്റിയ ജെനി? അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ട് വെപ്രാളത്തോടെ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവൻ ചോദിച്ചു. അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി അവളുടെ കാലിലേക്ക് നോട്ടം പായിച്ചു. അത് മനസ്സിലാക്കിയെന്നപ്പോൾ അവൻ അവളുടെ കാൽപാദം അവന്റെ കയ്യിലെടുത്തു. അവന്റെ സ്പർശനം കൊണ്ടാവാം വേദന എടുത്തപ്പോൾ അവൾ കാലുകൾ പുറകിലേക്ക് വലിച്ചു. അവളുടെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ അവളുടെ കാൽപാദം മറിച്ചു കിടക്കുന്ന സാരി പതിയെ മാറ്റി. ചുവന്നു കിടക്കുന്ന നീര് വന്ന അവളുടെ കാലിലേക്ക് നോക്കിയപ്പോൾ അവന്റെ കണ്ണിലും വേദന നിറഞ്ഞു. രാവിലെ തൊട്ട് ഒരേ നിൽപ്പല്ലായിരുന്നു. അതിനിടെ ഡാൻസും എല്ലാം കൂടി ആയപ്പോ അവന്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞു. നീര് വന്നല്ലോ പെണ്ണെ, ഞാൻ മരുന്നെടുക്കട്ടെ. അച്ചു അതും പറഞ്ഞ് എണീറ്റു. പക്ഷെ അപ്പോഴേക്കും ജെനി അവന്റെ കയ്യിൽ പിടിച്ചു. എന്താടാ? തിരിഞ്ഞ് അച്ചു അവളെ നോക്കി. മരുന്ന് വേണ്ട, എന്നെ വേദന മാറണ്ടേ? ഈ ചൂടേറ്റ് കിടന്നാൽ മാറുന്ന വേദനയേ ഉള്ളൂ. ജെനി പറഞ്ഞപ്പോ അച്ചു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പുഞ്ചിരിയോടെ അവളെ കോരിയെടുത്തു. അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനെ തന്നെ നോക്കി അവളും കിടന്നു. അവളെ ബെഡിലേക്ക് കിടത്തി അടുത്തായി അവനും കിടന്നു. ജെനി അവന് നേരെ തിരിഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളുടെ കവളി ചുണ്ടു ചേർത്ത് അവളെ ചുറ്റിപ്പിടിച്ച് അവനും നിദ്രയെ പൊൽക്കി. ആ പെണ്ണ് എണീറ്റിട്ടുണ്ടാവില്ല. സീത എന്ത് കരുതും? നിങ്ങളൊന്ന് ജാനിയെ വിളിച്ചു നോക്കിയേ. രാവിലെ തുടങ്ങിയതാണ് വസു. ജെനി എണീറ്റിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞു. എന്റെ വസു, താനൊന്ന് അടങ്ങ്. അവൾക്കറിയില്ലേ? പിന്നെ ചന്ദ്രനും സീതയ്ക്ക് അറിയാത്തതാണോ അവളെ? മഹി വസുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. എന്നാലും ഒന്ന് വിളിക്ക്, ഒരു സമാധാനത്തിന്. വസു വീണ്ടും പറഞ്ഞു. ആ വിളിക്കാം, ഇനി സമാധാനം കുറയണ്ട. മഹി ഫോൺ എടുത്തു. രാവിലെ തന്റെ നെഞ്ചോട് കിടക്കുന്ന ജെനിയെ നോക്കി പുഞ്ചിരിയോടെ കിടക്കുവാണ് അച്ചു. ഇടയ്ക്കിടെ അവൻ അവളുടെ കവളിലൂടെ വിരലോടിച്ചപ്പോൾ അവളൊന്ന് കുറുക്കി. അവളെ അടർത്തി മാറ്റി അവൻ എണീറ്റ് നീര് വന്ന അവളുടെ കാലിൽ നോക്കി. രാത്രിയിലേതിനേക്കാൾ നീര് കൂടിയതിനാൽ അവൻ മരുന്ന് പുരട്ടി അവളെ ഉണർത്താതെ കാലിൽ ബാൻഡേജ് ചുറ്റി. അവൻ ഫ്രഷായി താഴേക്ക് ചെന്നു. അച്ചു താഴേക്ക് ചെല്ലുമ്പോൾ മനുവും ജാനിയും സീതയും ചന്ദ്രനും എല്ലാവരും ഡൈനിങ്ങിൽ ഇരിക്കുന്നുണ്ട്. ജെനി എവിടെ അച്ചു? ജാനി അവനോട് ചോദിച്ചു. അവൾ എണീറ്റില്ല ഏട്ടത്തി. പുഞ്ചിരിയോടെ അവരുടെ അടുത്തിരുന്ന് അവൻ പറഞ്ഞു. ഈ പെണ്ണിന്റെ ഒരു കാര്യം വന്ന് വന്ന് തീരെ ബോധമല്ല. ഞാൻ വിളിക്കട്ടെ അവളെ. ജാനി ഇരുന്നിടത്തുനിന്ന് എണീറ്റു. ഏട്ടത്തി വേണ്ട, കിടന്നോട്ടെ. ഇന്നലെ ഒരുപാട് നേരം ഒരേ നിൽപ്പായിരുന്നില്ലേ? രാത്രി ആയപ്പോഴേക്കും കാലൊക്കെ ചുവന്ന് ചെറുതായി നീര് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ ബാൻഡേജ് ചുറ്റിയിട്ടാണ് വന്നത്. രാത്രി മുഴുവൻ കാലുവേദനയായിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല. അച്ചു ജാനിയോട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അച്ചു. ആക്സിഡന്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. സീത പറഞ്ഞു. വേണ്ടമ്മേ, നമ്മൾ ഇത്രയും ഡോക്ടർമാരില്ലേ ഇവിടെ. അവളെ ഞാൻ നോക്കിക്കോളാം. വയ്യാഞ്ഞിട്ട് കിടക്കുവല്ലേ, അതാ ഞാൻ അവളെ വിളിക്കാതിരുന്നേ. അച്ചു അമ്മയെ നോക്കി. സാരല്ലടാ, എനിക്കറിയില്ലേ, ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ. സീത അച്ചുവിന്റെ മുറിയിലേക്ക് പോയി. ഞാനും വരുന്നു,
ജാനിയും പുറകെ പോവാൻ എണീറ്റു. വേണ്ട, അവിടെ ഇരുന്നോ. നിനക്ക് സ്റ്റെപ്പ് കയറെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല എന്നൊരു ബോധം വേണം. പെണ്ണിനതില്ല. സീത അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ ജാനി മുഖം വീർപ്പിച്ച് മനുവിനെയും ചന്ദ്രനെയും നോക്കി. അവര് രണ്ടുപേരും ചിരി കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജാനിയുടെ ഫോൺ അടിച്ചത്. അച്ഛനാണല്ലോ. ജാനി അതും പറഞ്ഞ് ഫോൺ എടുത്തു. ഹലോ അച്ഛേ. മോളെ, നന്നായിരിക്കുന്നു. ആ അച്ഛേ, അവിടെയോ? നിങ്ങൾ രണ്ടും ഇല്ലാത്തതിന്റെ കുറവുണ്ട്. പിന്നെ ജെനിയോ? അവൾ എണീറ്റില്ല. എണീറ്റില്ല ഇതുവരെ? നീ പോയി വിളിച്ചേ അവളെ. അവൾക്ക് വയ്യാഞ്ഞിട്ട് കിടക്കുവാണച്ചേ. അയ്യോ, എന്തു പറ്റി? കാലൊക്കെ ചുവന്ന് നീര് വന്ന് മരുന്ന് പുരട്ടി ബാൻഡേജ് ചുറ്റി കിടക്കുവാണ്. രാത്രിയൊക്കെ അവൾക്ക് കാലുവേദന ഉണ്ടായെന്ന് പറഞ്ഞു വച്ചു. ദിവസങ്ങളല്ലേ ആയുള്ളൂ. ഫുൾ റിക്കവർ ആവാതെ കല്യാണം നടത്താൻ അവളുടെ വാശിയല്ലായിരുന്നു. ശ്രദ്ധിക്കണേ അവളെ. 2 ദിവസം കഴിഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടതാണ്. ആ അല്ലച്ചേ, അവളുടെ മെഡിസിനൊക്കെ അവിടെയല്ലേ? അല്ല, അത് ഇന്നലെ അമ്മ സീതയെ ഏൽപ്പിച്ചിട്ടുണ്ട്. തിരക്കിനിടെ മറന്നതോ സീതയുടെ കയ്യിലുണ്ട്. ആ, ഞാൻ വാങ്ങിക്കാം. വേറെ അമ്മ എവിടെ? അമ്മ അടുത്തുണ്ട്. ജെനി എണീറ്റിട്ടുണ്ടാവില്ല. നിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ഒരു സമാധാനം എനിക്ക് തരുന്നില്ല. അതാ ഇപ്പൊ തന്നെ വിളിച്ചേ. എനിക്ക് തോന്നി. എന്നാ മോള് വെച്ചോ. ജെനിയെ ശ്രദ്ധിക്കണേ. നീ ശ്രദ്ധിക്കണം. സ്റ്റെപ്പൊന്നും വല്ലാണ്ട് കയറാൻ നിൽക്കരുത്, കേട്ടല്ലോ. ഓ, കേട്ട്. ഞാൻ വെക്കോ, വിളിക്കാം. ആ ശരി. ഫോൺ കട്ട് ചെയ്തു. അച്ഛനും അമ്മയ്ക്കും ജെനിയെ ആലോചിച്ച ടെൻഷൻ. അവളെ നോക്കുന്ന ചന്ദ്രനോടും മനുവിനോടും അച്ഛനോടും ചിരിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. ഞാൻ വിചാരിച്ചേ ഉള്ളൂ അവനെന്താ വിളിക്കാത്തേന്ന്. ചിരിച്ചുകൊണ്ട് ചന്ദ്രനും പറഞ്ഞു. ജാനി എന്തു പറഞ്ഞു മഹിയേട്ടാ? ഫോൺ വെച്ച മഹിയോട് വസു ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നലെ റിസപ്ഷനും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കാലൊക്കെ നീര് വന്നുവെന്ന്. അച്ഛൻ ബാൻഡേജ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. മഹി വസുവിനോട് പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞതാണ് അധികം തുള്ളാനൊന്നും നിൽക്കരുതെന്ന്. ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അതൊക്കെ ആയിട്ടില്ല എന്നും പൂർണ്ണമായി റിക്കവർ ആയിട്ടില്ല എന്നും ഇപ്പൊ കണ്ടില്ലേ? അവളുടെ കല്യാണമല്ലേ വസു, അത് അവൾക്ക് ആഘോഷിക്കണ്ടേ? ആരോഗ്യം മറന്നുള്ള ആഘോഷം വേണമായിരുന്നോ? അതിന് പറഞ്ഞ അനുസരണയില്ലല്ലോ. ആ, അതിന് താൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? നമുക്ക് വൈകിട്ട് അങ്ങ് പോവാം. അപ്പൊ പറയാനുള്ളതൊക്കെ അവളോട് പറഞ്ഞു. പന്തയും കൊള്ളാം, മക്കളും കൊള്ളാം. പേര് പെടുത്തുകൊണ്ട് വസു അവിടെ നിന്ന് എണീറ്റ് പോയി. ചിരിയോടെ മഹി അത് നോക്കിയിരുന്നു. അച്ഛൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജെനി ഫ്രഷായി ഇറങ്ങുകയായിരുന്നു. ഒരു ടീഷർട്ട് പലോസയായിരുന്നു അവളുടെ വേഷം. മുഖത്തും കഴുത്തിലും എല്ലാം വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. മുടി ടവൽ കൊണ്ട് ചുറ്റി വെച്ചിരിക്കുന്നു. അച്ഛൻ ഡോർ അടച്ച് ലോക്കിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തിനാ നീ ബാൻഡേജ് അഴിച്ചത്? അവളോട് അവൻ ചോദിച്ചു. അവന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു. അപ്പോഴാണ് അവൾ അവനെ കണ്ടത് തന്നെ. ജെനി. അവനെ തന്നെ നോക്കുന്ന അവളെ അവൻ വിളിച്ചു. എന്താ? നീ എന്തിനാ ബാൻഡേജ് അഴിച്ചതെന്ന്. കുളിക്കാൻ കയറിയപ്പോ അഴിച്ചതല്ലേ ചെക്കാ, ദേഷ്യപ്പെടാതെ. അവന്റെ കവളി പിടിച്ച് വലിച്ച് അവൾ പറഞ്ഞു. അച്ചുവിന്റെ കണ്ണുകൾ അവളുടെ മുഖത്തും കഴുത്തിലും ചുറ്റിപ്പിടിച്ച വെള്ളത്തുള്ളികളിൽ എത്തി നിന്നു. അവളുടെ മുഖത്തും കഴുത്തിലും പറ്റിപ്പിടിച്ച് തിളങ്ങുന്ന വെള്ളത്തുള്ളികളോട് അവന് അസൂയ തോന്നി. അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ചു. ആദ്യം ഒന്ന് പകച്ചെങ്കിലും അവന്റെ അരയിലൂടെ കൈയിട്ട് അവന്റെ മുഖത്ത് മുഴുവൻ കണ്ണോടിച്ച് അവളും അവനിലേക്ക് ചേർന്ന് നിന്നു. അവൻ അവളുടെ തലയിൽ ചുറ്റിയിരിക്കുന്ന ടവലെടുത്ത് മാറ്റി. നനഞ്ഞ മുടിയിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ കൈയിന് നനച്ചുകൊണ്ടിരുന്നു. അവളുടെ മുഖം മുഴുവൻ ഓടി നടന്ന അവന്റെ കണ്ണുകൾ പതിവിലേറെ തിളക്കത്തോടെ അവനെ നോക്കുന്ന അവളുടെ വെള്ളാരം കണ്ണുകളിൽ ഉടക്കി നിന്നപ്പോൾ അവന്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയത്തിൽ അവൾ ആഴ്ന്നു പോയി തുടങ്ങിയിരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്തോറും സ്വയം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവൻ അവളുടെ നെറ്റിയിൽ അവന്റെ ആദരങ്ങൾ ചേർത്തു. കണ്ണടച്ചുകൊണ്ട് അവന്റെ സ്നേഹചുംബനം സ്വീകരിച്ചു അവൾ നിന്നു. നെറ്റിയിൽ നിന്നും നാസികയിലൂടെ ഊർന്നിറങ്ങിയ അധരങ്ങൾ അവളുടെ മൂക്കുത്തിയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളിയെ അവന്റെ അധരങ്ങളാൽ ഒപ്പിയെടുത്തു. ജെനി ഒരു വിറയലോടെ അവനെ മുറുകെ പിടിച്ചു. അവന്റെ നിശ്വാസം അവളുടെ ചുണ്ടിലും കവിളിലും തട്ടുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന ഹൃദയമെടുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ കുഴഞ്ഞു. അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളെ നാവ് കൊണ്ടവൻ ഒപ്പിയെടുത്തപ്പോൾ അവളുടെ കൈകൾ അവനിൽ മുറുകി. കവിളിലൂടെ അരിച്ചിറങ്ങി അവളുടെ താടിച്ചുഴിയിൽ അവൻ നാവിട്ട് ചുഴറ്റിയപ്പോൾ അവളൊന്ന് ഉയർന്നു പൊങ്ങി. താടിച്ചുഴിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവളുടെ അധരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. ഒരു പിടച്ചിലോടെ ജെനി അവന്റെ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. ദീർഘചുംബനത്തിന് ശേഷം അവളുടെ അധരങ്ങളെ മോചിപ്പിച്ച അവൻ അവളുടെ കിതപ്പടങ്ങുന്നതിന് മുമ്പ് തന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഒരേങ്ങലോടെ അവൾ അവന്റെ മുടിയിൽ വിരൽ കൊരുത്തു പിടിച്ചു. അവന്റെ അധരങ്ങളും നാവും അവളുടെ കഴുത്തിലുടനീളം തഴുകി നടന്നപ്പോൾ അവൾ തളർന്നു തുടങ്ങിയിരുന്നു. ഇടത് കാതിനും കഴുത്തിനും ഇടയിലായി അവന്റെ ദന്തങ്ങൾ ആഴ്ന്നപ്പോൾ അവളുടെ നഖം അവന്റെ പിൻകഴുത്തിൽ താഴ്ന്നു. ആ വേദന പോലും അവനൊരു ലഹരിയായിരുന്നു. അവളുടെ കഴുത്തിൽ അവൻ ഗാഢമായി ചുംബിച്ചുകൊണ്ട് മുഖമുയർത്തി. ചുവന്നു നിൽക്കുന്ന അവളെയും അവളുടെ ചോരച്ചുണ്ടുകളും കാണും തോറും അവന്റെ ഉള്ളിലെ വികാരങ്ങൾ അലയടിച്ചുയർന്നു. വീണ്ടും അവളുടെ അധരങ്ങളിലേക്ക് അവൻ അടുത്തു.